എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ കോച്ചുകളിൽ ഇത്രയും ഹൈപ്പ് കിട്ടിയ ഒരു താരം വേറെയില്ല. കോച്ചാവുന്നതിന് മുമ്പേ വളരെ പ്രതീക്ഷയോടുകൂടി മാധ്യമങ്ങളാണെങ്കിലും വലിയൊരു സ്വീകരണത്തോടു കൂടിയാണ് ഗൗതം ഗംഭീറിനെ കോച്ചായി അവരോധിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയും അദ്ദേഹം മുൻകാല ഇന്ത്യൻ കോച്ചുകളെ വിമർശിക്കുന്നതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇദ്ദേഹം വരുമ്പോഴത്തേക്കും ഭയങ്കരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുക. സംഭവ സത്യമാണ്, ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ 9 ടെസ്റ്റുകൾ ഇന്ത്യ കളിച്ചപ്പോൾ അതിൽ 7 തോൽവിയും 1 ഡ്രോയും 1 ജയവുമാണുള്ളത്. ഇത്രയും വലിയ മാറ്റങ്ങൾ ഇതിനു മുമ്പുണ്ടായ ഒരു കോച്ചിനെ കൊണ്ടും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ മാറ്റം ഇന്ത്യ ക്രിക്കറ്റ് ടീമിനെ ഉണ്ടാക്കാൻ ഗൗതം ഗംഭീർ കഴിഞ്ഞു. അതിൽ തന്നെ വലിയ ചരിത്രമാണ് സംഭവിച്ചത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പരമ്പര തോറ്റത് ന്യൂസിലാൻഡിനോട്, അതും 3-0. വർഷങ്ങൾക്ക് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ദയനീയ തോൽവി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള പരിപാടികൾ ഗൗതം ഗംഭീറിനെ കൊണ്ട് സാധിച്ചു. ആകെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിലെ വിജയം മാത്രമാണ്. ആ ഒരൊറ്റ വിജയം കൊണ്ട് എത്ര നാൾ ഇങ്ങനെ ഈ ഹൈപ്പിൽ ഇങ്ങനെ നടക്കും? ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ടോട് തോറ്റപ്പോഴത്തേക്കും എല്ലാവരും ഗില്ലിൻ്റെ മണ്ടയ്ക്കിട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നാമ്പുറത്തുള്ളത് നമ്മുടെ ഗൗതം ഗംഭീറാണ്. അദ്ദേഹം ആര് ക്യാപ്റ്റനായിരുന്നപ്പോഴും വിജയം എന്ന സാധനം ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്.